ഹസ്തനപുരത്തിലെ രാജാവായ പാണ്ഡുവിന്റെ ഭാര്യമാരായിരുന്നു കുന്തിയും മാദ്രിയും. ഒരിക്കൽ നായാട്ടിനു പോയ അദ്ദേഹം ഒരു മാനിനെ അമ്പെയ്തു വീഴ്ത്തി. കിന്തമൻ എന്ന മുനിയായിരുന്നു അത്. കിന്തമനും അദ്ദേഹത്തിന്റെ പത്നിയും മാനിന്റെ വേഷത്തിൽ രതിക്രീഡയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. അമ്പേറ്റു വീണ കിന്തമൻ മാണ്ഡുവിനെ ശപിച്ചു. അല്ലയോ നികൃഷ്ടനായ രാജാവേ, നീയും നിന്റെ ഭാര്യയെ സ്പർശിക്കുന്നതിനും മരിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം. ഈ ഒറ്റ ശാപത്തോടെ പാണ്ഡുവിന്റെ ജീവിതം മാറിമറിഞ്ഞു. അദ്ദേഹത്തിന് തന്റെ രണ്ടു ഭാര്യമാരെയും സ്പർശിക്കാൻ കഴിയാതെയായി. എല്ലാം ഉപേക്ഷിച്ചു പാണ്ഡു ഹിമാലയത്തിലേക്ക് പോയി. കുന്തിയും മാദ്രിയും തന്റെ ഭർത്താവിനെ അനുഗമിച്ചു. അങ്ങനെയിരിക്കെ ഒരു വസന്തകാലത്തു ഹിമാലയൻ താഴ്വരകളിൽ വിശ്രമിക്കുകയായിരുന്ന പാണ്ഡു അതിസുന്ദരിയായ മാദ്രി അവിടെ പൂക്കളോടും കിളികളോടുമൊത്തു കേളിയിൽ മുഴുകിയിരിക്കുന്നു കണ്ടു. അവളുടെ വശ്യമായ സൗന്ദര്യം പാണ്ഡുവിന്റെ സിരകളിൽ അനിയന്ത്രിതമായ കാമത്തെ ഉണർത്തി. ഇതിലും നല്ലൊരു നിമിഷം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുറപ്പിച്ചു. മുനി ശാപം പോലും മറന്നു അയാൾ മാദ്രിയുടെ അടുത്തെത്തി. അവളുടെ സൗന്ദര്യവും പ്രകൃതിയുടെ മനോഹാരിതയും പാണ്ഡുവിനെ ഉന്മത്തനാക്കി. മാദ്രി അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പാണ്ഡു തന്റെ ആഗ്രഹപൂർത്തീകരണത്തിൽ നിന്നും പിന്മാറിയില്ല. അയാൾ എല്ലാം മറന്നു അവളെ പ്രാപിച്ചു. അങ്ങനെ സർവ്വതും മറന്നു സ്വർഗീയ സുഖത്തിൽ ഉന്മത്തനായി പാണ്ഡു മാദ്രിയുടെ മാറിൽ മരിച്ചുവീണു. പിന്നീട് തന്റെ പ്രാണനാഥന്റെ ചിതയിൽ ചാടി മാദ്രിയും ഇഹലോകവാസം വെടിഞ്ഞു.